മൂവിംഗ് ഓൺ ടു ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഹൗ ടു മാനേജ് സ്ട്രെസ് എന്നുള്ളതാണ്. പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ സയന്റിഫിക് അപ്രോച്ചുകളിലേക്ക് ഒന്നും പോകുന്നത് സിമ്പിളായിട്ട് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ സൺസെറ്റ് ടു സൺറൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്ലീപ്പ് ഹൈജീൻ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. അതൊന്നുകൂടെ നിങ്ങൾ കേട്ട് നോക്കണം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞെന്നുള്ളതായിട്ട്. അത് കഴിഞ്ഞിട്ടും നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഒക്കെ ആയതുകൊണ്ട് അവസാന മണിക്കൂറിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സമ്മർദ്ദം നമ്മളെ കീഴ്പ്പെടുത്തും. അപ്പോൾ ആ നമ്മുടെ സമ്മർദ്ദത്തിലേക്ക് വീഴാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, മൈൻഡ്ഫുൾ ആവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മനനിറവ് നമ്മളെ അത് പറയും. എന്ന് പറഞ്ഞാൽ ബി ഇൻ ടു അവയർനെസ്. ഓക്കെ, അത് സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മളിങ്ങനെ നേരെ ഇരിക്കുന്നു, ചെയറിലായിക്കോട്ടെ, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക, നട്ടൽ നിവർന്നിരിക്കാൻ ശ്രമിക്കുക, ആൻഡ് സ്ലോലി കണ്ണടക്കുക. ഇതൊരു മെഡിറ്റേഷൻ ആണ് കരുതുന്നത് കേട്ടോ. ഇറ്റ്സ് ഡിഫറെന്റ് റൈറ്റ്. കണ്ണടച്ചിട്ട് നമ്മൾ ചുമ്മാ ആദ്യം ഇങ്ങനെ സെൻസേഷൻസ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. എളുപ്പത്തിന് വേണ്ടി യുവർ ഫീറ്റ്സ് ആർ ടച്ചിങ് ദ ഫ്ലോർ. കൈകൾ എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് ഒബ്സർവ് ചെയ്യുക, അതിന് സെൻസേഷൻ ഫീൽ ചെയ്യുക. ബോഡിയിൽ എവിടെയെങ്കിലും ഒരു പെയിൻ, വേദന ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും ഇച്ചി ഫീലിംഗ്, ചൊറിച്ചിലോ എന്തെങ്കിലും എന്തോ ആയിക്കോട്ടെ, എല്ലാ സെൻസേഷനും ഒബ്സർവ് ചെയ്യുക. കണ്ണടച്ചന്നെ ഇരിക്കുന്നു, വളരെ സ്ലോലി അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇമോഷൻസ് എന്താണ്, വാട്ട് യു ഫീൽ നൗ, നിങ്ങൾ എന്താണ് ഇപ്പൊ ഫീൽ ചെയ്ത് ചിന്തിക്കുക. ഒപ്പം തന്നെ എന്തൊക്കെ തോട്ട്സ് ആണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. സെൻസേഷൻസ് നമ്പർ 1. നമ്പർ 2, എന്ത് ഇമോഷൻസ് ആണുള്ളത്. പിന്നെ വാട്ട് ആർ ദ തോട്ട്സ്. ഇങ്ങനെ മുഴുവൻ അവയർനെസ്സിലേക്ക് വരിക എന്നുള്ളതാണ് സമയത്ത്. എന്നിട്ട് വളരെ പെട്ടെന്ന് നാരോ ഡൗൺ ചെയ്ത് ആ അവയർനെസ് നാരോ ഡൗൺ ചെയ്തിട്ട് പെട്ടെന്ന് ഫോക്കസ് അബ്ഡമനിലേക്ക് കൊണ്ടുവരും. അബ്ഡമൻ നമുക്കറിയാം, ഈ ബ്രീതിങ് സെൻസേഷൻ പെട്ടെന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഫോൾ ആൻഡ് റൈസ് ഓഫ് യുവർ അബ്ഡമൻ. ആ ബ്രീതിങ് സെൻസേഷൻ പെട്ടെന്ന് മനസ്സിലാക്കും. അവിടെ ഫോക്കസ് ചെയ്ത് ആ ഫോൾ ആൻഡ് റൈസിലേക്ക് നമ്മുടെ മൈൻഡിനെ അങ്ങ് ഫോക്കസ് ചെയ്യാന്നുള്ളത്. അതിങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കുറച്ചായിട്ട് ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ വന്ന് ചുരുങ്ങി അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. വീണ്ടും വളരെ പതുക്കെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ 3 ലെയർ ആയിട്ട്. ആദ്യത്തെ ലെയർ അവയർനെസ്, ദെൻ ഫോക്കസ് ഓൺ ദ അബ്ഡമൻ, നാരോ ഡൗൺ ചെയ്ത് നമ്മളവിടെ ആങ്കറിംഗ് എന്ന് പറയും. അവിടുന്ന് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് അവയർനെസ്സിലേക്ക് പോകുന്നു. ഈ ടെക്നിക്ക് നമ്മൾ ബ്രീതിങ് സ്പേസ് എന്ന് പറയും, മൈൻഡ്ഫുൾനെസ്. 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് ഫോക്കസ്ഡ് ആവുകയും യു ഫീൽ റിലാക്സ്ഡ് ആവുകയും. എപ്പോഴും ഓർത്തോണം, തോട്ട്സ് ഇങ്ങനെ മനസ്സിൽ ഡിസ്റ്റർബിംഗ് ആയിട്ട് കടന്നു വരുമ്പോൾ ഓർത്തോണം, ദ തോട്ട്സ് ആർ ജസ്റ്റ് തോട്ട്സ്, നോട്ട് ഫാക്ട്സ്. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, തോട്ട്സ് വരുമ്പോൾ ഞാൻ പരാജയപ്പെടുമോ. അത് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് തോട്ട്സ്. പക്ഷെ നമ്മൾ വിചാരിക്കും ഞാൻ പരാജയപ്പെടുമ്പോൾ പോവാണെന്ന് ചുമ്മാ ചിന്തിക്കും. ദാറ്റ് മീൻസ് ഫാക്ട്സ് അല്ലാത്ത കാര്യങ്ങളെ ഫാക്ട്സ് ആയിട്ട് ഉൾക്കൊള്ളുന്നു. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം തോട്ട്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിത് പറയുമ്പം ഈ ടെക്നിക്സ് ഒക്കെ ഞാൻ പറയുമ്പം 3 തലങ്ങളുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് സിവിയർ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് വേണം. ദേ ഹാവ് ടു സീക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഓർ സൈക്കാട്രിസ്റ്റ് നിർബന്ധമായിട്ടും സഹായം ചെയ്യും. അപ്പോൾ മോഡറേറ്റ് ആൻഡ് മൈൽഡ് ഒക്കെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സ് ഉപയോഗിക്കും. രണ്ടാമത്തെ ബ്രീതിങ് സ്പേസ് കഴിഞ്ഞ് നമുക്ക് എളുപ്പം ചിന്തിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ വല്ലാതെ റിജിഡ് ആവും നമ്മുടെ ബോഡി. അപ്പോൾ ബോഡി റിജിഡ് ആകുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എക്സസൈസ് കുറിച്ച് പറഞ്ഞത്. എക്സസൈസ് കൂടാതെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന സാധനമാണ് PMR, പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ. നമ്മൾ എവിടെയെങ്കിലും കംഫർട്ടബിൾ കിടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഫീറ്റ് തൊട്ട് ഓരോ ഭാഗങ്ങൾ, എളുപ്പം പറയാനാണെങ്കിൽ ഫീറ്റിക്ക് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്ത് 10 സെക്കൻഡ് ഫോൾഡ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. അതിനുശേഷം കാഫ് മസിൽസ് ടൈറ്റ് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. തൈ മസിൽസ്, അപ്പോൾ ഫീറ്റ് നേരെ കാഫ് മസിൽസ്, തൈ മസിൽസ്, പിന്നെ നേരെ അബ്ഡമനിലേക്ക് വരും. അതിനുശേഷം അപ്പർ ചെസ്റ്റ് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നു. പിന്നെ ഷോൾഡർ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. റൈറ്റ്, 2 കൈകളും ടൈറ്റ് പിടിക്കുന്നു. ഏറ്റവും അവസാനം ഇങ്ങനെ കണ്ണ് ഇറുക്കി അടയ്ക്കുന്നു. അപ്പം ഇങ്ങനെ താഴെ തൊട്ട് മേള് വരെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് അതിനെ പ്രോഗ്രസീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോഗ്രസീവ് മസ്കുലർ ടൈറ്റ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. റൈറ്റ്, ഈ ഗ്യാപ്പിലൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ബ്രീതിങ്ങിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത് കിടന്നുകൊണ്ട് ചെയ്താൽ നമ്മുടെ ബോഡി പെട്ടെന്ന് റിജിഡ് ആവും. ഫോർ എക്സാമ്പിൾ ദീപക് ചോപ്രയുടെ വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എവറി സെൽ ഇൻ അവർ ബോഡി ഈസ് ഈവ്സ്ഡ്രോപ്പിംഗ് ഓൺ അവർ തോട്ട്. എന്ന് പറഞ്ഞാൽ ഈ ചിന്തകൾ ഇങ്ങനെ കോശങ്ങൾ ഒളിഞ്ഞു കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നു ആ നെഗറ്റീവ് വൈബ്രേഷൻ ബോഡിയിലെത്തും. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് നമ്മുടെ സ്റ്റൊമക്ക്, ഗട്ട് ഈസ് അവർ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. കാരണം മനസ്സിൽ എല്ലാ അസ്വസ്ഥതകളും വയറിലുണ്ടെന്ന് നമുക്ക് പറയുന്നൊരു കാരണമാണ്. അപ്പം ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കി ഈ PMR നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. ഇത് കൂടാതെ സിവിയർ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഒരു അല്പം വലിപ്പമുള്ളൊരു ഇച്ചിരി നമ്മൾ വലിപ്പമുള്ളൊരു പാത്രം, ഒരു വെസൽ എടുക്കുക. ആ വെസൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള വെസലാവണം. അതിനകത്തേക്ക് തണുത്ത വെള്ളം ഒഴിക്കും. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുക. ആവശ്യത്തിന് തടുപ്പുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ മുഖത്തിന് ഇത്രയും ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്ത് പിടിക്കുക ഫോർ 3 to 5 seconds. ഇത് പെട്ടെന്ന് എടുക്കുക, ഒരു ടവൽ കൊണ്ട് തുടയ്ക്കുക. ഇത് 3 പ്രാവശ്യം ആവർത്തിക്കുക. പറയുന്നതിനാണ് തണുത്ത വെള്ളം, അല്ലെങ്കിൽ ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറയുന്ന കാരണം അതാണ്. പെട്ടെന്ന് കുളിക്കുമ്പോൾ ബോഡി ഒരു ജംപ് സ്റ്റാർട്ട് ഉണ്ടാവുന്ന ന്യൂറോബയോളജി ആൻഡ്രൂ ഹ്യൂബർമാൻ പറയുന്നത്. പെട്ടെന്ന് നമ്മുടെ സിസ്റ്റം മുഴുവൻ ജംപ് സ്റ്റാർട്ട് വരിക. സോ വിൽ ബി ഫീലിംഗ് മോർ റിലാക്സ്ഡ്. അതിനുശേഷം ഒരു കോഫിയോട് കുളിക്കാമെങ്കിൽ യു വിൽ ബി ഓൺ എ ഡിഫറെന്റ് മോഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, രാത്രി ഇത് ശീലിക്കും. കാരണം രാത്രി കോഫി കുടിച്ചാൽ നമ്മുടെ മെലാമെലറ്റോണിൻ
സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണെ ബാധിക്കും. അതുകൊണ്ട് ആ സമയത്ത് ആഫ്റ്റർ 5 o'clock കോഫി നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ഒരു 3 o'clock. അപ്പോൾ അതുകൊണ്ട് കോഫി കുടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഇൻ ബിറ്റ്വീൻ 3 and 4. മോർണിംഗ് നമുക്ക് കുടിക്കാം, പക്ഷേ ഉച്ച കഴിഞ്ഞാണെങ്കിൽ 3 to 4 ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു 3 മണിക്കൊക്കെ ചെയ്യാമെങ്കിൽ നല്ല ഉന്മേഷം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം നന്ന ഉന്മേഷത്തോടെ പഠിക്കണമെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം ഈ പറഞ്ഞ പോലെ ഡയറിഫ്ലെക്സ് കൊടുക്കണം, പക്ഷേ കാപ്പി കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് കമ്പൈൻ ചെയ്ത് തരുന്നത്. പിന്നെ നല്ല തലവേദന ഉള്ളവർ പെട്ടെന്ന് ഈ ഐസ് ക്യൂബ്സിൽ കൊണ്ട് വെക്കണ്ട കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട. മൈഗ്രെയിൻ ഉള്ളവർ അതിന് റെക്കമെൻഡബിൾ അല്ല. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഈ 3 ടെക്നിക്സ്, ഇപ്പോൾ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ 1, നമ്പർ 2 ബ്രീതിങ് സ്പേസ്, 3 ഞാൻ ഈ പറഞ്ഞ പോലെ വാട്ടർ തെറാപ്പി പോലെ വെള്ളം എടുത്ത് നമുക്ക് ചെയ്യുന്ന പരിപാടി. അല്ലെങ്കിൽ ചുമ്മാ പറ്റും തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മാത്രം മതി. അതെല്ലാം നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ കൂടെ ആശ്രയിച്ചാണ് കേട്ടോ. അത് കെയർഫുൾ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. നിങ്ങളുടെ വ്യക്തിപരമായ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എനിക്ക് ധാരണയില്ല, അതുകൂടെ മനസ്സിലാക്കി വേണം. ഇതൊക്കെയാണ് സ്ട്രെസ് എളുപ്പം മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ സിമ്പിളായിട്ട് ഇഫ് യു ആർ ഫീലിംഗ് എൻട്രിങ് ഇൻ ടു ദി എന്താ പറഞ്ഞാൽ പരീക്ഷ ഹാളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഡിസ്റ്റർബ് ആണ്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത്രേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ ബോഡിയിലാണ് റിജക്ട് ചെയ്യുന്നത്. അപ്പം സിമ്പിളായിട്ട് എന്ത് ചെയ്യണം? ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഒരു ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ പോലും എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് റിലാക്സേഷനിൽ പോകാൻ പറ്റുന്നതാണ്. അപ്പം ഡീപ് ബ്രീതിങ് ടെക്നിക്സ് ഒപ്പം തന്നെ എന്ത് ചെയ്യുക? ഇങ്ങനെ ഈ ബ്രീതിങ്ങിനെ മാത്രം ഫോക്കസ് ചെയ്യുക. ഡീപ് ബ്രീത്ത് എടുക്കാതെ ചുമ്മാ ഫോക്കസ് ചെയ്യുക. പിന്നെ ബ്രീതിങ് അകത്തേക്ക് പോകുമ്പോൾ യു ക്യാൻ കൗണ്ട് 1. വെൻ ഇറ്റ്സ് ഗോ ഔട്ട് യു ക്യാൻ കൗണ്ട് 2. അപ്പം 1 and 2 കൗണ്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും എന്താണ് ബ്രീതിങ്ങിൽ ഫോക്കസ് ചെയ്യുമ്പോൾ യു ആർ ഫീലിംഗ് മോർ ആൻഡ് മോർ റിലാക്സ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഹൈ അലേർട്ട് ആവുമ്പോൾ, നമ്മുടെ ബോഡി ഹൈ അലേർട്ട് ആകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ബ്രീതിങ് സെൻസേഷൻ ഷോൾഡർ ലെവൽ വരെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. പക്ഷെ കാം ആൻഡ് കൂൾ ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്നെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ലെവലിലും അബ്ഡമനിലും നിൽക്കും. അപ്പോൾ റിലാക്സ്ഡ് ആവണമെങ്കിൽ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഈ ബ്രീതിങ് സെൻസേഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് കമാൻഡ് കൊടുത്താൽ മതി. Now the breathing sensation is going down from your shoulder level to the chest level to the abdomen. എന്ന് പതുക്കെ കമാൻഡ് കൊടുത്താൽ മതി. യു വിൽ ഫീൽ ദാറ്റ് റിലാക്സേഷൻ കേട്ടോ. ഇത്തരം ടെക്നിക്സ് ആണ് നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഞാൻ മഹേഷിനോട് ഇതിൻ്റെ നമ്പർ ഇതിൽ സ്ക്രോൾ ചെയ്യാൻ പറയുന്നുണ്ടാവും. ഓക്കെ, സോ യു ക്യാൻ കണക്ട് മീ ഓക്കെ ത്രൂ വാട്സപ്പ് ഓർ യു ക്യാൻ മെസ്സേജ് മീ. ഡെഫിനറ്റ്ലി ഐ വിൽ റെസ്പോണ്ട്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. Thank you.